നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ചിക്കൻ, കുരുമുളകും ഉപ്പും കൂടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ സ്ലൈസ് ചെയ്തതാണ്, കാബേജ്, സ്പ്രിംഗ് ഒണിയൻ, ക്യാരറ്റ്, ബീൻസ്, കാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ, പച്ചമുളക് പൊടിപൊടിയായിട്ട് അത് അരിയണം. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും ഓയിലും, കുരുമുളക് പൊടി, സോയാ സോസ്, ബിരിയാണി അരി, മുട്ട നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അത് നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, അതിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുരുമുളകും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വേവ് കൂടുതലുള്ള ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിനാണ് ഇത്തിരി ഇതിൻ്റെ കൂട്ടത്തിൽ വേവ് കൂടുതലുള്ളത്. ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്യുക. നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇപ്പം ഇനി അടുത്ത് ക്യാപ്സിക്കവും കാബേജും കൂടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബെൽ പെപ്പർ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം നല്ല ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്, പെട്ടെന്നെല്ലാം ഫ്രൈ ആയി കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം. ചില്ലി സോസ് ഉള്ളവർക്ക് ചില്ലി സോസ് ഒഴിച്ചാൽ മതി. പച്ചമുളക് അരിഞ്ഞിട്ടിരിക്കുന്നു. സ്പ്രിംഗ് ഒണിയൻ്റെ ബോട്ടം പാർട്ട്, വൈറ്റ് പാർട്ട് ഇടാം നമുക്ക്. നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് സോയാ സോസ് ഇട്ട് നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ എല്ലാം മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ കുറച്ചിട്ട് കൊടുക്കാം.